സോ ബേസിക്കലി ഇന്ത്യക്ക് അൺഒഫീഷ്യലായിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടോ? ഐ പി എൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാദ്യം ഓടി വരുന്നത് എക്സാംസ് തീരുന്നു, സ്കൂളിൽ വെക്കേഷൻ, പിന്നെ സോണി മാക്സിൽ IPLൻ്റെ കൗണ്ട് ഡൗൺ. Delhi Daredevils vs Kolkata Knight Riders. Live today at 7 p.m. എൻ്റെ പൊന്നെ, അതൊക്കെ ഒരു കാലം. പിന്നെ മെയിൻലി BGM. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ 10 കൊല്ലം മുമ്പ് നടന്ന കഥയാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാനും ഒരു അമ്മാവനായി എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സോ സാഡ്. ബട്ട് IPL ഒരു എൽ ക്ലാസിക്കോ ഉണ്ട്, മുംബൈയും ചെന്നൈ. ഒബ്വിയസ്ലി തലയെ സപ്പോർട്ട് ചെയ്യുന്നവരും ശർമ്മജിയെ സപ്പോർട്ട് ചെയ്യുന്നവരും. അതിൽ മുംബൈയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒബ്വിയസ്ലി രോഹിത് ശർമ്മ ഹിറ്റ്മാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് സച്ചിൻ, നമ്മുടെ സച്ചിൻ എന്നുള്ള വികാരം അന്നോട്ടേ ഉള്ളതുകൊണ്ട് തന്നെ മുംബൈയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആൻഡ് ഫൈനലി നിത അംബാനി. ആക്ച്വലി നിത അംബാനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മുംബൈയിൽ ജോയിൻ ആയ ഒരു ചങ്ക് എൻ്റെ കൂടെ ഉണ്ട്. ഞാനല്ല കേട്ടോ, അത് എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത്, അല്ലാതെ ഞാനല്ല. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ മുംബൈ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി അവരുടെ ടീമായാലും പണ്ടത്തെ പൊള്ളാടിൻ്റെ ഒരു 6 ഒക്കെ ഉണ്ട്. എൻ്റെ പൂനെ അദ്ദേഹത്തിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു IPL, ആ ഒരു മുംബൈ കാലം മാറി. 10 വർഷം കഴിഞ്ഞപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടായി. ആൻഡ് ആ ഒരു ചേഞ്ചിൽ ഏറ്റവും വലുതായിട്ട് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഹേറ്റ് ഉണ്ടാക്കുന്നൊരു ചേഞ്ച് എന്താണെന്ന് അറിയാമോ? ക്യാപ്റ്റൻസി മാറ്റിയത്. ഹാർദിക് പാണ്ഡ്യയെ രോഹിത് ശർമ്മയ്ക്ക് പകരം ആക്കിയത്. ആ ക്യാപ്റ്റൻസി ഡിസിഷനെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എതിർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ കത്തിക്കുകയാണ്. ആക്ച്വലി എന്തിനാണ് ഇത്രയും വലിയ പ്രശ്നമെന്ന് ഞാൻ ആക്ച്വലി കുറച്ച് അനാലിസിസ് ഒക്കെ നടത്തി. അതിൻ്റെ ബേസിസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും നമ്മളത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മുംബൈക്ക് ഇത്രയും ഹേറ്റ്, ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇത്രയും ഹേറ്റ് ഉണ്ടാകാൻ കാരണമെന്നാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ റീസൺ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഹാർദിക് പാണ്ഡ്യനെ രോഹിത് ശർമ്മയ്ക്ക് പകരം ചേഞ്ച് ആക്കി. ആൻഡ് അതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഇത്രയും കൊല്ലമായിട്ടും രോഹിത് ശർമ്മയും മുംബൈ ഒരു ബോണ്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അദ്ദേഹം റിട്ടയർഡായിട്ട് പോലും ഇല്ല. ഇപ്പോൾ ധോണി, നമ്മളെ തല പോലും ഇപ്പോൾ ടീമിലുണ്ട്. പക്ഷേ ഋതുരാജ് ഗായ്ക്വാദിന് കൊടുത്തത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് തല എന്തായാലും ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ നീട്ടി വളർത്തിയ ആ ഒരു വിൻറ്റേജ് കട്ട് ഇപ്പോൾ എന്തായാലും അവസാനിക്കാൻ പോവുകയാണ്. അതൊരു ബിറ്റർ റിയാലിറ്റിയാണ്, നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. വിഷമമുണ്ട്, ബട്ട് സ്റ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മയുടെ കേസെടുത്താൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഇനിയും ഒരു വലിയൊരു കരിയറുണ്ട്. എന്നിട്ടും ഇപ്പോഴേ ഇങ്ങനെ ഒരു ചേഞ്ച് ഇൻ ക്യാപ്റ്റൻസി എന്തുകൊണ്ട് മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു? അതിനെതിരെ വൻ ഹേറ്ററാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രസ് മീറ്റ് നടക്കുകയുണ്ടായി. ആ പ്രസ് മീറ്റിലാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഹിത് ശർമ്മയെ മാറ്റിയതെന്ന്. I just want to know that what was the one reason that made you that made the management decide that Rohit should not captain the Mumbai Indians and Hardik should captain the Mumbai Indians? No, I'm asking Mark about it. അവൻ കമാന്നൊരു അക്ഷരം മിണ്ടിയോ? അവനെ പച്ചമുടച്ച് വെട്ടി അടിക്കണ്ടേ? ശാന്തനാകാം. അല്ലയോ ഹാർദിക് പാണ്ഡ്യ, എന്തിനാണ് ഇങ്ങനെയുള്ള കുൽസിതങ്ങളിൽ ഏർപ്പെടുന്നത്? താങ്കളുടെ തിരുവായിൽ നിന്നും എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാലും ഇങ്ങനെയൊന്നും എൻ്റെ അടുത്തൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ അത് എന്താണ്, അതിനൊരു വാലിഡ് ആയിട്ടുള്ള ഇത്രയും പേര് വെയിറ്റിംഗ് അല്ലേ? അറ്റ്ലീസ്റ്റ് ഈ ഹേറ്റ് ഒഴിവാക്കണമെങ്കിലും പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. രണ്ടാമതായിട്ടുള്ള റീസണായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഫസ്റ്റ് മാച്ചിൽ നിങ്ങൾ കണ്ടു കാണും അദ്ദേഹം എടുത്ത ഡിസിഷൻസ് അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ മാച്ചിലെടുത്ത ഡിസിഷൻസ് നിങ്ങൾ കണ്ടായിരുന്നോ?
270 മേളിൽ റൺസ് ഉണ്ട് ഹൈദരാബാദ്, അത്രയും അടിച്ചു കൂട്ടി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഹാർദിക് പാണ്ഡ്യ മിഡിൽ ഓവേഴ്സിൽ കാണിച്ചതും അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കൊണ്ടുപോയി കളഞ്ഞതും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അതും 20 ബോളിൽ നിന്നെന്തോആണ് അദ്ദേഹം ഇത്രയും ഒരു തുച്ഛമായ റൺസ്. അത് ഇത്രയും നമ്മൾ ഫാസ്റ്റ് പേസിൽ കളിക്കേണ്ട ഒരു മാച്ചിൽ, അതും ഇപ്പോൾ മാച്ചിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ 2 കളി തോറ്റു മുംബൈ അടുപ്പിച്ചടുപ്പിച്ച്. ആൻഡ് അത് ആൾക്കാരുടെ ഇടയിൽ വൻ ഹേറ്റഡാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഫസ്റ്റ് മാച്ചിൽ രോഹിത് ശർമ്മയുടെ അടുത്ത് ഫീൽഡിൻ്റെ പുറത്ത് ആ ഒരു ഫീൽഡ് ചേഞ്ചസ് വന്നപ്പോഴുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആൻഡ് അത് ആക്ച്വലി അതേ ഒരു ക്യാപ്റ്റനാണ്, അത് ഇത് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ ദ വേ ഹീ ടെൽസ്, ആ ഒരു സ്റ്റൈൽ സ്വാഗ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു അഹങ്കാരി ടച്ച് അദ്ദേഹത്തിനടുത്ത് തോന്നുന്നു. ആക്ച്വലി മേ ബി അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒരു പബ്ലിക് പ്രൊഫൈലും ഉള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടാൻ അല്ലെങ്കിൽ ഹേറ്റഡ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അത് കൺസേൺ ആക്കി വച്ചിരിക്കുക. മേ ബി ആ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടായിരിക്കാം, രോഹിത് ശർമ്മയുടെ അടുത്ത് ആ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഹേറ്റഡ് അവിടെ ഉണ്ടായത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പീപ്പിൾ ഓപ്പോസിഷൻ, അതായത് ജനങ്ങളുടെ ഈ ഒരു എതിർപ്പാണ്. ഒരു ടീമെന്ന് പറയുമ്പോൾ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ പഠിക്കണം. ഒരു മാനേജ്മെൻ്റ് ആകുമ്പോൾ ഇത്രയും ജനങ്ങളുടെ ഫാൻ ബേസ് ഉള്ള ഒരു മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. IPL എന്ന് സ്റ്റാർട്ടായ അന്ന് മുതലുള്ളൊരു ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ആൻഡ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ജനങ്ങളുടെ വികാരത്തെ മാനിക്കണം. ഇപ്പോൾ ധോണി അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറുകയാണ്, ഋതുരാജ് ഗൈക്വാദ് ആവുകയാണ്. ഇതൊക്കെ ആ ഒരു പ്രോസസ്സാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സഡനായിട്ട് ചേഞ്ച് ആക്കുമ്പോൾ ജനങ്ങൾക്ക് അത്രയും ഒപ്പോസിഷൻ വരുന്നു. ഈവൻ കെവിൻ പീറ്റേഴ്സൺ പോലും പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ താരത്തിന് ഒരു ഇത്രയും ഹേറ്റ് കാണുന്നതെന്നാണ്. അതായത് ഇന്ത്യക്കാരെയാണ് ഇന്ത്യൻ താരത്തിന് ഹേറ്റ് ചെയ്യുന്നത്. ഹാർദിക് പാണ്ഡ്യ ഒരു ഇഷ്യൂവിൽ പറഞ്ഞതാണ്. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലെ കണ്ടന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ പറയാനൊന്നുമില്ല. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.